വിദേശത്ത് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് 2025 ചൂസ് ചെയ്യാൻ പറ്റിയ കോഴ്സസും കൺട്രീസ് ഏതൊക്കെയാണ്? 2025 മേജർ ആയിട്ടുള്ള കുറേ ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. കാരണം കമ്പയർഡ് ടു ലാസ്റ്റ് 2 years കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വിസ റൂൾ ചേഞ്ചസ് വന്നിട്ടുണ്ട്, ഏജ് ലിമിറ്റിൻ്റെ കാര്യങ്ങളിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി നമുക്ക് ഈ കാനഡയിലേക്കുള്ള ഫ്ലോയിനേക്കാളും USA ഇഷ്ടമാതിരി എമർജിങ് ആയിട്ടുള്ള ഒരു കൺട്രി ആയിട്ട് നമുക്ക് പറയാം. കാരണം സ്റ്റെം ബേസ്ഡ് പ്രോഗ്രാംസിലേക്കൊക്കെ നല്ല എൻക്വയറി വരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്വിറ്റ്സർലാൻഡ്, ഇപ്പോൾ കൾണറി അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി, ടൂറിസം, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് കാരണം 100% ജോബ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു കൺട്രിയാണ് സ്വിറ്റ്സർലാൻഡൊക്കെ. അപ്പോൾ ആൾക്കാർ അത് ചോദിച്ചു വരുന്നത് പാരൻസ് ആണെങ്കിലും കാൻഡിഡേറ്റ്സ് ആണെങ്കിലും അവർ നോക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവർ നോക്കുന്ന ഒരു ഉദ്ദേശം, ഒരു ഓവർസീസ് എഡ്യൂക്കേഷൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സെറ്റിൽ ആവുക എന്നുള്ളതാണ്. അതിലേക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാവുന്ന വേറെ കൺട്രീസാണ് ഈ പറയുന്ന ജർമ്മനി. ഇപ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പബ്ലിക് യൂണിവേഴ്സിറ്റിയും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുണ്ട്. പബ്ലിക് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നല്ല മാർഗം IELTS നല്ല സ്കോറൊക്കെ ഉണ്ടെങ്കിൽ വളരെ എക്കണോമിക്കലായിട്ട് പോകാൻ പറ്റുന്ന ഒരു കൺട്രിയാണ്. ഇതിലൊക്കെ ചേഞ്ചസ് ഉണ്ടെങ്കിലും ഒട്ടും അധികം മാറ്റമില്ലാത്തൊരു കൺട്രി UK ആണ്. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് അപ്ലൈ ചെയ്യാനും ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ഇഷ്ടമാതിരി പ്രോഗ്രാംസ് ഉള്ള ഒരു കൺട്രിയാണ് UK. കാരണം മേജറായിട്ട് കാൻഡിഡേറ്റ്സിന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI റോബോട്ടിക്സ്, മറ്റേ സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിങ്, എന്ത് കൈൻഡ് ഓഫ് പ്രോഗ്രാംസിനും കാൻഡിഡേറ്റ്സിന് മാസ്റ്റേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ ഡിഗ്രി പ്രോഗ്രാംസിനാണെങ്കിലും അല്ലെങ്കിൽ നഴ്സിംഗ് റിലേറ്റഡ് പ്രോഗ്രാംസ്, ജോബ് ഓറിയൻറ്റഡ് പ്രോഗ്രാംസിലേക്ക് UK ആൾക്കാരുടെ എൻക്വയറി പണ്ടത്തെ പോലെ തന്നെ ഒരു ഫ്ലോ നിലനിന്ന് പോകുന്ന ഒരു സ്ഥലമാണ്. അതേമാതിരി ഫ്രാൻസിലേക്കാണെങ്കിലും ഇപ്പോൾ വിത്തൗട്ട് IELTS നോക്കുമ്പോൾ UK കമ്പയർ ചെയ്യണ പോലെ തന്നെ ഫ്രാൻസിലേക്കും ആൾക്കാർ എൻക്വയറി ചെയ്യും. പിന്നെ ഫാഷൻ ഡെസ്റ്റിനേഷനാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റാലിറ്റി, ടൂറിസം, ഇവിടേക്കൊക്കെ എൻക്വയറീസ് നല്ല രീതിയിലുണ്ട്. മാൾട്ടയാണ് പിന്നെ ഞാൻ എടുത്തു പറയുന്ന ഒരു കൺട്രിയുടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിൻ്റെ ഗേറ്റ് വേ എന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ അവിടേക്ക് ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം, ഇപ്പോൾ മാൾട്ടീസാണ് മേജർ ലാംഗ്വേജ് എങ്കിലും ഇംഗ്ലീഷിന് നല്ല പ്രാധാന്യമുള്ള കാരണം ഇഷ്ടംമാതിരി കോഴ്സസിന് പോകാനും ഒരു ലെസ് ദാൻ 6 to 7 lakhs മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനൊക്കെ പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതല്ലാണ്ട് ഈ പറയുന്ന ടോപ്പ് ഡെസ്റ്റിനേഷനായിട്ട് 2025 വരാൻ പോകുന്ന ഒരു കൺട്രീസ് ആയിരിക്കും ഇതെല്ലാം. ഇതിൽ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സ്കോളർഷിപ്പാണ്. കാരണം ഇപ്പോൾ UK അല്ലെങ്കിൽ US ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡ് ആണെങ്കിലും മിനിമം ഒരു 2 lakh സ്കോളർഷിപ്പെങ്കിലും കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ള ഓപ്ഷൻസാണ്. പിന്നെ ഇപ്പോൾ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ ഫ്രാൻസ് ആണ് മാസ്റ്റേഴ്സ് എടുക്കണമെങ്കിൽ 2 years സ്റ്റേ ബാക്ക് ഉണ്ട്. UK ആണെങ്കിലും 2 year ഉണ്ട്. US ആണെങ്കിൽ ഓൾമോസ്റ്റ് 3 years സ്റ്റേ ബാക്ക് ഉണ്ട്. അപ്പോൾ വൺസ് നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ പാർട്ട് ടൈം ജോബ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വൺസ് പാർട്ട് ടൈം ജോബ് കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് കഴിയുന്ന സമയത്ത് നമുക്ക് ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടി വരുന്നുണ്ട്. അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് PR ലീഡ് ചെയ്യാൻ പറ്റുന്ന കൺട്രീസാണ് ഈ പറയുന്ന എല്ലാ കൺട്രീസും. ഇപ്പോൾ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ പാരൻസിനെ സംബന്ധിച്ചും അവരുടെ ഏറ്റവും മേജർ ഗോളായിരിക്കും ഒരു കൺട്രി ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ അവരുടെ ഭാവി എന്താവും, അല്ലെങ്കിൽ അവരുടെ ജോബ് എന്തൊക്കെ കിട്ടും, എന്ത് ജോബിലേക്കായിരിക്കും. അപ്പോൾ കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന കൺട്രീസ് ചൂസ് ചെയ്യുന്നത് 2025 ഏറ്റവും നല്ലൊരു ഓപ്ഷനായിരിക്കും. അതുപോലെ തന്നെ 2025 ട്രെൻഡിങ് ആവാൻ പോകുന്ന പ്രോഗ്രാംസാണ് ഹൈബ്രിഡ് പ്രോഗ്രാംസ്. കാരണം 2 years നമുക്ക് ഇവിടെ ചെയ്യാനും 2 years UK കാനഡയിലോ US ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ പ്രോഗ്രാംസിന് സ്റ്റേ ബാക്ക് ഓപ്ഷൻസും ഉണ്ടാവും. ഇപ്പോൾ ഓരോ കൺട്രീനെ ബേസ് ചെയ്ത് നമ്മൾ പ്രോഗ്രാംസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലൈക്ക് നേരത്തെ ഞാൻ പറഞ്ഞ സ്വിറ്റ്സർലാൻഡ്, ഈ സ്വിറ്റ്സർലാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ജോബ് സാധ്യതയുള്ള പ്രോഗ്രാംസാണ് ഞാൻ പറഞ്ഞില്ല. ഈ പ്രോഗ്രാംസിൽ പാരൻസിനും അല്ലെങ്കിൽ പിള്ളേർക്കും വിശ്വസിക്കാവുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൾണറിയിലെ ഏറ്റവും വലിയ ഹബ്ബാണ് സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തായാലും ജോബ് സാധ്യതയുള്ള കോഴ്സുകളും അതിൻ്റെ കൂടെ സ്റ്റൈപ്പൻറ്റും കൊടുക്കുന്ന പ്രോഗ്രാംസാണ് അവർ റൺ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കാൻഡിഡേറ്റിന് ലോകത്ത് എവിടെയുള്ള ഹോട്ടൽസിലും അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി റിലേറ്റഡ് ഫീൽഡിലോ അല്ലെങ്കിൽ കൾണറി റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ ജോബ് സാധ്യതയുണ്ട്. US കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് അറിയാം ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്ന സ്പേസ് ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സിലൊക്കെ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ തന്നെ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ സ്റ്റെം ബേസ്ഡ് പ്രോഗ്രാംസിന് ഭയങ്കര എൻക്വയറിയാണ്. ഇപ്പോൾ നമുക്കറിയാം സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള പിള്ളേർക്ക് ഇഷ്ടംമാതിരി ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഇവർ കാൻഡിഡേറ്റ്സ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും ഇങ്ങനത്തെ കോഴ്സ് എടുത്തവർക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും US പോലുള്ള ഒരു ഡെസ്റ്റിനേഷൻ നോക്കുമ്പോൾ നല്ല സ്കോളർഷിപ്പ്, നല്ല സ്റ്റേ ബാക്ക്, അവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെൻറ്റിനുള്ള ഓപ്ഷൻസ് ഉള്ള ഒരു കൺട്രിയാണ് US. അപ്പോൾ നല്ല IELTS സ്കോർ എടുക്കാൻ നോക്കുക, നല്ല അക്കാഡമിക്സ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളാണ് ഒരു പാരൻറ്റും ഒരു കാൻഡിഡേറ്റും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ US നോക്കുമ്പോൾ. പക്ഷേ
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ UK ആണ് കാൻഡിഡേറ്റ്സിനാണെങ്കിലും പാരൻസിനാണെങ്കിലും ഏറ്റവും കൂടുതൽ റിലേ ചെയ്യാൻ പറ്റുന്ന വേറൊരു കൺട്രി. കാരണം ഡൈവേഴ്സിഫൈഡ് പ്രോഗ്രാംസ് ആണ്. ഇപ്പോൾ മാസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് നഴ്സിംഗിൽ നല്ല ഓപ്പർച്യൂണിറ്റി, ജോബ് ഓപ്പർച്യൂണിറ്റി ഹൈ ആയിട്ട് കൊടുക്കുന്ന ഒരു മേഖലയാണ് നഴ്സിംഗ്. അപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഡെസ്റ്റിനേഷനാണ് UK. കാരണം അഫോർഡബിൾ ഫീസാണ്, നല്ല സ്കോളർഷിപ്പ് ഉണ്ട്, 2 years സ്റ്റേ ബാക്ക് ഉണ്ട്. AI അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിങ്ങിനൊക്കെ ഇതേമാതിരി തന്നെ നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കൺട്രിയാണ് UK. അപ്പോൾ UK ഒരു നല്ലൊരു ഡെസ്റ്റിനേഷൻ ആയിരിക്കും 2025. ഇതുപോലെ 2025 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.